അത്യാവശ്യം വരുന്ന ആളുകൾക്ക് വേണ്ടി ആ താഴെ ഭാഗത്ത് അവിടെ ഒരു റൂമുണ്ടായിരുന്നു. ആ റൂമിലാണ് തങ്ങളുപ്പാപ്പ ഇരിക്കുക. മുകൾ ഭാഗത്ത് മുത്തഅല്ലിമീങ്ങള്. സുബ്ഹാൻ, ഈ ഭൂമി അന്നില്ല. ഈ ബാക്ക് ഭാഗത്തേക്ക് കാണുന്ന ഈ കെട്ടിടമല്ല, ഈ സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് തങ്ങളുപ്പാപ്പ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഒരു സ്വലാത്ത് മജ്‌ലിസിന് വേണ്ടി വിളിച്ചു. വന്നപ്പോ ഞാനിങ്ങോട്ട് പടച്ചവനെ, ഈ തങ്ങളുപ്പാപ്പാക്ക് എത്ര പട്ടുമത്തയുടെ സൗകര്യമുള്ള മഹല്ല് ജമാഅത്തുകളുണ്ട്, എത്ര സൗകര്യത്തിലുള്ള സ്ഥലങ്ങൾ കിട്ടാനുണ്ട്, എത്ര വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഒരു പ്രിൻസിപ്പാളാകാൻ, ദർസ് നടത്തി കൊടുക്കാൻ കെൽപ്പുള്ള ഇൽമിന്റെ ഒരു ബഹറായിരുന്നു തങ്ങളവർകൾ. നിങ്ങൾ മനസ്സിലാക്കിയോ? വെറും ഒരു നൂലിങ്ങനെ മന്ത്രിച്ച് തന്നെ ദിക്റ് മാത്രമാണ്. യാ റബ്ബ്, ഇൽമിന്റെ ഒരു ബഹറായിരുന്നു തങ്ങളവർകൾ. ആ പഠിച്ചിരിക്കുന്ന ഇൽമനുസരിച്ചോ വലിയ യഖീനുള്ള ആളായിരുന്നു തങ്ങളവർകൾ. അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊള്ള യഖീൻ. മല പോലത്തെ വിഷയങ്ങൾ വന്നാലും തങ്ങൾ പാപ്പയുടെ ഹിമ്മത്ത് പലപ്പോഴും ഈ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ കസേരയിൽ ബഹുമാനപ്പെട്ടവരിയ്ക്കുന്ന രംഗങ്ങളിൽ ഞങ്ങളത് ആസ്വദിച്ചിട്ടും അനുഭവിച്ചിട്ടുമുണ്ട്. ഇൽമിന്റെ ശക്തിക്കനുസരിച്ച് ഈമാനിന് യഖീനുണ്ടായിരുന്നു. ആ തങ്ങളുപ്പാപ്പ ഇവിടെ വന്ന് ഇന്ന് നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട തങ്ങളവർകൾ തന്റെ 53-ാമത്തെ വയസ്സിലെ നമ്മെ വിട്ടുപിരിഞ്ഞു. അള്ളാഹുവേ, ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഇതിന്റെ പരിസരങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ടവർ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരു പടയോട്ടത്തിന് വേണ്ടി തീരുമാനിച്ച് മഹല്ലുകളിലേക്ക് ഖാദിയായി, പല സ്ഥാപനങ്ങളായി, അതേപോലെ തന്നെ പള്ളികളായി, ചെറിയ മദ്രസകളായി, ഒട്ടേറെ പദ്ധതിയുമൊക്കെ ആയിട്ട് തങ്ങളുപ്പാപ്പ വലിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിൽ പലതും നടപ്പാക്കി പൂവണിഞ്ഞു. അതിലൊക്കെ തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മദ്ഹർ തന്നെയായിരുന്നു. അതുകൊണ്ട് തങ്ങളെ മുഹിബ്ബീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പയെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന മുത്തു സഹോദരങ്ങളെ, ഉപ്പാപ്പയുടെ ഈ സ്ഥാപനം ഇതൊരു കെടാവിളക്കായി ഈ നാഷണൽ ഹൈവേയുടെ ഓരത്ത് അങ്ങോട്ട് മംഗലാപുരത്തേക്ക് കർണാടകക്കാർക്കും ഇങ്ങോട്ട് കേരളത്തിനും, രണ്ട് പ്രദേശത്തേക്കും രണ്ട് സംസ്ഥാനത്തേക്കും വെളിച്ചം വീശുന്ന ആ കർണാടകത്തിലുള്ള മുത്തഅല്ലിമീങ്ങളും കേരളത്തിലെ മുത്തഅല്ലിമീങ്ങളും അവിടുത്തെ ഉസ്താദുമാരും ഇവിടുത്തെ ഉസ്താദുമാരും, അവിടുത്തെ മുഅ്മിനീങ്ങളും ഇവിടെയുള്ള മുഅ്മിനീങ്ങളും, അവിടുത്തെ മുഅ്മിനാത്തുകളും ഇവിടുത്തെ മുഅ്മിനാത്തുകളും എല്ലാം ഒത്തുചേരുന്ന ഈ കേന്ദ്രത്തെ നമുക്ക് വിളക്കായി പ്രകാശിപ്പിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിപ്പോ സർക്കാരിന്റെ കരണ്ട് ചിലപ്പോ നമ്മളെ മദ്ഹറിൽ കരണ്ടാണ് പോയാൽ പിന്നെ വെളിച്ചമില്ലാതിരിക്കുന്നത് ചിലപ്പോ സുബഹിക്കായിരിക്കും. ഇവിടേക്കാ സുബഹിക്കായിരിക്കും. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ലൈറ്റാണ് പോയാൽ എന്ത് ചെയ്യും? കുട്ടികളൊക്കെ എത്രയോ സമയം, ചിലപ്പോൾ പഠിക്കാൻ കിട്ടുന്ന ഒരു വിഷയം പഠിക്കാൻ 1 മണിക്കൂറായി. അതൊരു 40 മിനിറ്റ് കറണ്ട് ഇല്ലാതെ ആയാൽ പിന്നെ കുട്ടികൾ എത്ര മിനിറ്റ് പഠിക്കാൻ പറ്റും? പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ, ഒരു ഉസ്താദ് ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കറണ്ടാണ് പോവുക. മുമ്പ് നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഒരാളോട്, മുഹമ്മദ് അലി, എന്റെ വീട്ടിലും കറണ്ട് കിട്ടിയിരിക്കുന്ന വലിയ സന്തോഷത്തിൽ. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, നിനക്കും ഇരുട്ടത്ത് ചോറ് വയ്ക്കാം. കറണ്ട് കിട്ടിയാന്നപ്പോ മറ്റേ ആള് പറഞ്ഞ, എന്നാ പിന്നെ എനിക്കും ഇരുട്ടത്ത് ചോറ് വയ്ക്കാൻ. അതെന്താ അങ്ങനെ പറയണു? ഭക്ഷണം ഇങ്ങനെ എടുത്ത് വായിക്ക് കൊണ്ടുപോകുമ്പോഴേക്കാരം കറണ്ടാണ് പോണത്. കറണ്ട് എപ്പോഴാ പോവുക, ഓട്ടോറിക്ഷ എപ്പോഴാ തിരിയാന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോ നമ്മൾ ഓർക്കേണ്ടത്, അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഞമ്മക്ക് തങ്ങളുപ്പാപ്പായ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ സ്വലാത്തിൽ നമുക്കൊരു ഇൻവെർട്ടർ വേണ്ട, അതോ ജനറേറ്റർ? ഒരു ഇൻവെർട്ടർ വേണം. ഒരു ഇൻവെർട്ടർ അതിന്റെ മട്ടത്തിൽ കിട്ടണമെങ്കിൽ, അതിന് മതിയാകുന്ന തരത്തിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒരു 40,000-50,000 ഉറുപ്പ്യ വേണ്ടി വരും. അല്ലാഹു തആല ഖൈർ തരട്ടെ. ഖബറാകുന്ന വീട്ടിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ ഇരുട്ടറയാണ്. ആ ഇരുട്ടറയിലേക്ക് ഒരു വെളിച്ചം കിട്ടാൻ തങ്ങളുപ്പാപ്പയുടെ ഈ സ്ഥാപനത്തിലേക്ക് ഒരു ഇൻവെർട്ടറിന് വേണ്ടി ഞാനൊരു സംഖ്യ കൊടുക്കട്ടെ. ഒരു പക്ഷേ ഞാനാണ് വാങ്ങിക്കൊടുക്കുക, അതല്ലെങ്കിൽ ഞാൻ പകുതി കൊടുക്കുക, അതല്ലെങ്കിൽ 4 ആളുകൾ കൂടിയിട്ട് 10 കൊടുക്കുക. എത്ര ആയാലും വേണ്ടില്ല.
അവരവരെ ഒരാളൊന്ന് നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്യണം. അത് നമുക്കിപ്പോ പൂർത്തിയാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പടച്ചവനെ, റജബ് മാസം മുത്തുനബി ഏറ്റവും സന്തോഷിക്കുന്ന സമയത്ത് മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമൽ ചെയ്യാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്താണ്. അല്ലാഹു റബ്ബി, മുഹമ്മദ് ഹാജി, അദ്ദേഹത്തിന്റെ മക്കൾ, അദ്ദേഹത്തിന്റെ കുടുംബം, എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, നീ ഇസ്സത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, അദ്ദേഹം ഞങ്ങളെ ഏൽപ്പിക്കുന്നതിലും അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കി വെച്ചതിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അൽഹംദുലില്ലാഹ്. സന്തോഷിക്കുന്ന സമയത്ത് മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളെവിടെ ഇവന്റെ ഹൈറ് മുടക്കാൻ പാടും. പിരിവ് ചോദിക്കുക, പറ്റുന്നവർ തരും, പറ്റാത്തവർ തരും. അതിനൊന്നും ആരും പേടിക്കാൻ പറ്റില്ല. പിരിവക്കങ്ങൾ കൊടുക്കുകയുമാണ്, ചോദിക്കുകയുമാണ്. ഇഷ്ടമുള്ള ആൾ കൊടുക്കും, ഉള്ള സമയത്ത് കൊടുക്കും, ഇല്ലാത്ത സമയത്ത് കൊടുക്കൂല. ഉസ്താദ്മാർക്കൊരു ബേജാറ്, ഞാൻ വന്ന് പിരിവ് നടത്തിയിട്ട് അടുത്ത സ്ഥലത്തിന് പിരിവിന്റെ വിഷയമായിട്ട് പോയി പോവുക. അങ്ങനെയൊന്നും നമ്മൾ ഭയപ്പെടണ്ട. നിസ്കരിക്കുക, സദക്കാ ചെയ്യുക, നോമ്പ് വെക്കുക, എല്ലാം അള്ളാഹിന്റെ ദീന. അള്ളാഹു തആല ഖൈർ തരുമാറാവട്ടെ. അപ്പൊ ഇവിടെ ഒരു പിരിവിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ടാകാറില്ല. പക്ഷെ നമ്മൾ ദാഹം പറയണ്ടേ? ഒരു മൂമിനായ മനുഷ്യന്റെ ഇപ്പൊ കണ്ട നിങ്ങൾ മുഹമ്മദ് ഹാജി, അദ്ദേഹം പറഞ്ഞതോടുകൂടെ ഈ മുതഅല്ലിമീങ്ങളും ഈ മലക്കുകളും ഈ ഉമ്മമാരും ഒക്കെ ആമീൻ പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ഖബറിലേക്ക് നീ വെളിച്ചം നൽകണേ അല്ലാ, നീ തണൽ നൽകണേ അല്ലാ. അങ്ങനെ ഒരു 10 ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ കുടുംബം ഈ സ്ഥാപനത്തിന് മറക്കാൻ കഴിയാത്ത കുടുംബമാണ്. അപ്പൊ 10. ഇനി 3 ആക്കോ അല്ലെങ്കിൽ 6 ആക്കോ ചാൻസ് ഉണ്ട്. 5000 ഉറുപ്പ്യ ആയാൽ 6000, 10,000 ഉറുപ്പ്യ ആണെങ്കിൽ 3 ആള്. ആരാണുള്ളത്? അല്ലാതെ 30 ആക്കിയപ്പോ ചാൻസ് കൊടുക്കാൻ കഴിയില്ലല്ലോ. ആരാണുള്ളത്? ഒന്ന് വേഗം, നമ്മൾ സലാത്തിന്റെ സമയമായി. ഞാൻ ഇത് നമുക്ക് ഒരു ഉത്സാഹം നടക്കണ്ടേന്ന് വെച്ചിട്ട് ഒരു സംഗതി പറഞ്ഞ് കേട്ടപ്പോ അതങ്ങ് പൂർത്തിയാക്കാന്ന് വിചാരിച്ചിട്ട് ഒരാൾ 10 ഉറുപ്പ്യ. ഇനി ആരാ? ഒരു 5ഓ 10ഓ, ഇനി അല്ല നിങ്ങളെ കൊണ്ട് കഴിയുന്നതും. അള്ളാഹുവെ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ ഖൈർ നൽകണേ അല്ലാ. ആരാ ഇതിനുള്ളത്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സാദാത്യങ്ങളും മഹാന്മാരും എല്ലാം നമ്മുടെ വേദിയിലേക്ക് നിറഞ്ഞു വരികയാണ്. അള്ളാഹുവേ, മഹാന്മാരെല്ലാം നിറഞ്ഞ ഈ സഭയിൽ ആരാണോ ആ സദക്ക ചെയ്യുന്നത് അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഓൺലൈനിലൊക്കെ ആരെങ്കിലും പറഞ്ഞോ മക്കളെ? ഓൺലൈനിൽ പലപ്പോഴും നമുക്ക് സദക്കകളും മറ്റുമൊക്കെ കിട്ടാൻ ആരും പറഞ്ഞോ? ദുബായ്. ഇൻഷാ അല്ലാഹ് അതവർ പറയട്ടെ. ആരാണ് ഇനി ഇതൊരു പിരിവ ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷെ നമുക്കൊരു ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ, ഞാനും ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. കുട്ടികൾക്കുണ്ടാകുന്ന വിഷമം വല്ലാതെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇവരാരും സമ്മതം ചോദിക്കാതെ തന്നെ വേഗത്തിൽ ആ വിഷയത്തിലേക്ക് ഒരുങ്ങിയത്. അള്ളാഹു തആല കബൂലാക്കുമാറാവണം, അള്ളാഹു സ്വീകരിക്കുമാറാവണം. ഇനി ആരാ? ഒരു 5000 ഉറുപ്പ്യന്റെ ഒരാള് ഒന്ന് ഉദ്ഘാടനം ചെയ്താണ്. ഒരാൾ ഒരു 5000. അള്ളാഹു ആ ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാവും, അള്ളാഹു റാഹത്ത് കൊടുക്കുമാറാവും. അള്ളാഹ് അതാ അൽഹംദുലില്ലാഹ്. അതാ അദ്ദേഹത്തിന്റെ 5000. എപ്പോഴും കാണുന്ന ആൾ 5000 ഉറുപ്പിക. അള്ളാഹുവിനെ ഖൈർ നൽകണേ അല്ലാ. രണ്ടാമത്തെ ഒരാൾ 5000 ഉറുപ്പിക. അൽഹംദുലില്ലാഹ് 10 ആയി. 2 ആൾ 5000. ആ 2 ആളുടെയും മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ, അവരെ നീ കബൂലാക്കണേ അല്ലാ, അവർക്ക് നീ ഖൈറായതൊക്കെ നൽകണേ. നല്ലോണം ആമീൻ പറയും. ഇതെന്താ? ഒരു സ്നേഹിതൻ 10,000. അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ഇബ്രാഹിം ഹാജി പിനാരമൂല 5000. അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം ഹാജിക്കും കുടുംബത്തിനും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, റഹ്മത്ത് ചെയ്യണത്. അപ്പോ 2 ആള് 10, 2 ആള് 5. അപ്പൊ എത്രയായി നമുക്ക്? 30. ഇബ്രാഹിം ഹാജിന്റെ 5, അപ്പൊ 35 അല്ലേ? ഒരാൾക്കും കൂടി ചാൻസ് ഉള്ളൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കണ്ടങ്ങള്, ദീനിന്റെ ഒരു സഭയാവുമ്പം അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരാളും കൂടി 5000 ഉറുപ്പിക കൊടുത്താൽ നമ്മൾ ആ ഇൻവെർട്ടർ ഇവിടെ നാളെ തന്നെ പ്രകാശിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവണം. രണ്ടങ്ങൾ ഇയാള്
ആദ്യം പറഞ്ഞതല്ല ഇപ്പൊ പറയുന്നത്. ഇപ്പൊ അയാൾക്ക് 10 കൂടി കൂടുതൽ കിട്ടണം, എന്നെങ്കിലും ഇവിടെ എത്തിച്ച് ഫിറ്റിംഗ് ആക്കാൻ പറ്റുള്ളൂ എന്നവൻ. അതങ്ങനെ തന്നെ. അരി മാത്രം കിട്ടിയാൽ പോലെ വിറക് വേണം, പിന്നെ വെള്ളം വേണം, ചെമ്പ് വേണം, പിന്നെ ഇതെല്ലാം വേണല്ലോ. അപ്പൊ ഇരിക്കട്ടെ, ഒരു 5000 കൂടി ഒരാൾ പറയും. അള്ളാഹു തആല അദ്ദേഹത്തിന് ഖൈർ കൊടുക്കുമാറാവട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കുമാറാവട്ടെ. സ്വല്ലി റബ്ബൽ ആലമീന അലാ ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി സ്വല്ലി റബ്ബൽ. നേരത്തെ തന്ന രണ്ടാള് ചിക്കമംഗളൂർ അല്ലാഹു റബ്ബി. ചിക്കമംഗളൂരിൽ നിന്നുള്ള 2 ആൾക്കാർ ഇവിടെ സ്വലാത്ത് തുടങ്ങിയത് മുതൽക്കേ അള്ളാഹു അവർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ല, നീ ബർക്കത്ത് കൊടുക്കണേ അല്ല, കച്ചവടം, ജോലി, കുടുംബം എല്ലാറ്റിലും നീ സന്തോഷം നൽകണേ അല്ല, നീ ആഫിയത്ത് നൽകണേ അല്ല. ഈ രംഗമൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ബഹുമാന്യരായ സയ്യിദ് ഉമർ അൽ ഫാറൂഖ് തങ്ങളവർകൾ ഞാൻ പോയിട്ടും ഞാനിങ്ങോട്ട് പോന്നിട്ടും എന്റെ നാട്ടുകാർ, എന്റെ പ്രദേശത്തുകാർ, മദ്ഹറിന്റെ അയൽവാസികൾ, ഞാൻ ഉള്ളപ്പോൾ സലാത്തിന് വന്നവർ അവരാ കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്ന കൽബ് കൊണ്ട് സമാധാനിച്ച് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയുന്നുണ്ടാകും, അള്ളാഹുവെ അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, നീ പദവി കൂട്ടിക്കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ഭക്ഷണത്തിന്റെ ആള് കലാം. അൽഹംദുലില്ലാഹ്. തങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു, ബാക്കി വന്ന 10 ഞാൻ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് 45ആയി. അൽഹംദുലില്ലാഹ്. ഇനി ആ സാധനം കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോ അതിന് വേണ്ടി വരുന്ന ചെലവുണ്ടാവും. അതിന് 500 റുപ്യ നമ്മൾക്ക് ഒരു പ്രായമുള്ള ആൾ ഇപ്പൊ വന്നിട്ട് ഒരു 500 റുപ്യ തന്നു. അപ്പൊ നിങ്ങൾ എല്ലാ സംഗതിയും പൂർത്തിയായി. അൽഹംദുലില്ലാഹ്. നല്ല പൂർത്തിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് റബ്ബി വറുസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ദിർ റൂഹി വൽ ഖറജി സ്വല്ലി റബ്ബൽ ആലമീന അലാ ബഷീർ സൈദി. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. 3000 ഉറപ്പിക ബഷീർ സൈദി. അൽഹംദുലില്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, കുടുംബത്തിലൊക്കെ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്ക് 48 അദ്ദേഹത്തിന്റെ ഒരു 500 ആയി. അൽഹംദുലില്ലാഹ്. 48,500 പ്രകാശിക്കുന്ന ലൈറ്റ് ഹൗസുകളായി നേതൃത്വം നൽകുന്നവരാണ്. അതിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അൽ ഫാറൂഖ് തങ്ങളവരുടെ ഹയാത്ത് കാലത്ത് നമുക്കിവിടെ കിട്ടി, ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷവും നമുക്കിവിടെ കിട്ടി. നാട്ടുകാരെ, പരിസരക്കാരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം നമ്മുടെ മക്കളെ പരമ്പരയിലും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നിലനിർത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിലമ്പൂരാണ് എന്റെ രാജ്യം, മലപ്പുറം ജില്ലയും അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ഭാഗവും ഓഹരി ചെയ്യുന്ന ഭാഗത്ത്. അവിടെ ക്രൈസ്തവ മിഷനറിയുടെ പ്രവർത്തനം വർദ്ധിച്ച മലയോര പ്രദേശമാണ്. അവിടെ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനമുണ്ട്, മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ. 2000 കുട്ടികൾ പഠിക്കുന്നു ആ സ്ഥാപനത്തിൽ. നിങ്ങളൊക്കെ ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ സ്വലാത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് സമയനിഷ്ഠതയാണ്. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. വിശാലമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല. മദ്ഹർ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ പ്രവേശന പരീക്ഷകളുടെ സമയമാണ്. അതിന്റെ സമയം മാത്രം സൂചിപ്പിക്കുകയാണ്. മദ്ഹറിൽ ഈ ക്യാമ്പസിൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്ഹർ ദഅവ കോളേജ്, മദ്ഹർ മോഡൽ അക്കാദമി, മദ്ഹർ വിമൻസ് കോളേജ്, മദ്ഹർ ശരീഅത്ത് കോളേജ് ഇൻഷാ അല്ലാഹ് റമദാനിന് ശേഷം തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ, നമുക്കറിയാം ഈ ഭാഗത്ത് സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ടാക്കുകയും മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് വളരെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് മദ്ഹർ.
നിങ്ങളെയൊക്കെ മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. കേരള SSLCയുടെ പരീക്ഷാഫലം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. കേരളൈറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരുടെ പരീക്ഷാ ഫലത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഇന്റർവ്യൂ മെയ് 2-ാം തീയതി 10 മണിക്ക് ഇവിടെ നടക്കുന്നുണ്ട്. വളരെ തുച്ഛമായ സീറ്റുകൾ മാത്രമാണുള്ളത്. ഈ പ്രാവശ്യം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് 6ഓളം പേരാണ് ഇവിടെ നിന്ന് ഉപരിപഠനാർത്ഥം പോകുന്നത്. തിരിച്ച് ചുരുങ്ങിയത് ഒരു 25-20 കുട്ടികളെയെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ നൽകാൻ പറ്റുകയുള്ളൂ. പോകുന്ന 6ന് ബദലായി 20 കുട്ടികൾക്കുള്ള സ്ഥലം ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലില്ല. എന്നാലും 20 കുട്ടികളെങ്കിലും നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ഥാപനത്തിന്റെ ദഅവ അഡ്മിഷന് താൽപര്യമുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും മെയ് 2-10 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും പിന്നീട് റെക്കമെൻഡേഷനുമായി വന്നാൽ സ്വീകരിക്കാൻ പ്രയാസമാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ അസൗകര്യം നിങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും കഴിഞ്ഞ പ്രാവശ്യം തന്നെ 100ഓളം വിദ്യാർത്ഥികൾ വന്നിട്ട് വെറും 25-ൽ താഴെ കുട്ടികളെ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ കൊടുക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മെയ് 2-ാം തീയതി നടക്കുന്ന ഇന്റർവ്യൂവിൽ 1-ാം ഘട്ട ഇന്റർവ്യൂ പരീക്ഷയിൽ പരമാവധി ആളുകൾ പങ്കെടുക്കണമെന്ന് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മദ്ഹറിന്റെ ജൂനിയർ ദഅവ സംരംഭമായ മോഡൽ അക്കാദമി 8, 9, 10 ക്ലാസുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ മെയ് 4-നാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഈ ഭാഗത്ത് വളരെ തിളക്കമാർന്ന സംവിധാനമാണ് മദ്ഹർ മോഡൽ അക്കാദമിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ ഐഡന്റിറ്റി ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളൊക്കെ അതിൽ സഹകരിക്കുകയും നല്ല കഴിവുള്ള ഭാവിയുടെ നല്ല വാഗ്ദാനങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന വിദ്യാർത്ഥികളെ മെയ് 4-ന് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് സൂചിപ്പിക്കുന്നു. അതേപോലെ നിങ്ങൾക്കൊക്കെ അറിയാം, മദ്ഹറിന്റെ വനിതാ സംരംഭം ഏകദേശം ഇപ്പോൾ തന്നെ 500ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 300-400-ലധികം വിദ്യാർത്ഥികളെ നമുക്ക് തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ട്. മദ്ഹറിന്റെ വിമൻസ് സ്ഥാപനം അതിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു വളരെ എളുപ്പത്തിലാക്കി തെരുമാറാവട്ടെ. അതേപോലെ നമ്മുടെ പദ്ധതികളൊക്കെ അള്ളാഹു വിജയിപ്പിച്ചു തെരുമാറാവട്ടെ. നല്ല കാലിബറുള്ള വിദ്യാർത്ഥികളെ അതിന്റെ അഡ്മിനിസ്ട്രേറ്ററുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് മദ്ഹർ വിമൻസ് കോളേജിലേക്കുള്ള അഡ്മിഷൻ പൂർത്തീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതേപോലെ ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾ ഉസ്താദിന്റെ പ്രധാന ഉദ്ദേശം മദ്ഹർ ശരീഅത്ത് കോളേജാണ്. റമദാനിനു ശേഷം അതിന്റെ അഡ്മിഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഉസ്താദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും മദ്ഹർ ശരീഅത്ത് കോളേജ് തന്നെയാണ്. വിമൻസ് കോളേജിലൂടെയും ഉസ്താദിന്റെ പ്രധാന ലക്ഷ്യം ശരീഅത്ത് കാര്യങ്ങൾ അറിയുന്ന വിദ്യാർത്ഥിനി സമൂഹത്തെ സൃഷ്ടിക്കലാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംരംഭമാണ് മദ്ഹറിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ മതപരമായ ചിഹ്നങ്ങൾക്ക് കോട്ടം തട്ടുന്ന രൂപത്തിൽ പുതിയ ഇംഗ്ലീഷ് മീഡിയം സംസ്കാരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി മനസ്സുകളെ വിഷലിപ്തമാക്കുന്ന സമയത്ത് അതിനൊരു പരിഹാരമായിട്ടാണ് മദ്ഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വന്നിട്ടുള്ളത്. അള്ളാഹു വിജയത്തിലാക്കി തിരുമാറാവട്ടെ. LKG UKG ക്ലാസുകളിലേക്കും 1-ാം ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അതിന്റെ സഹകാരികളാവണം. അതേപോലെ മദ്ഹർ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ദുർഗിപ്പള്ള ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്നു. അതിലേക്കുമുള്ള ശ്രദ്ധ നിങ്ങളുടെയൊക്കെ പക്കലുണ്ടാവണം എന്ന് ഈ വൈകിയ സമയത്ത് സൂചിപ്പിക്കുകയാണ്. മറക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മെയ് 2-നാണ് ദഅവ കോളേജിന്റെ ഇന്റർവ്യൂ. മെയ് 4-ന് മദ്ഹർ മോഡൽ അക്കാദമിയുടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മദ്ഹർ വിമൻസ് കോളേജും മദ്ഹർ ശരീഅത്ത് കോളേജും മദ്ഹർ ഹിഫ്ളുൽ ഖുർആൻ കോളേജും തുടങ്ങി മദ്ഹറിന്റെ സംരംഭങ്ങളുമായി സഹകരിച്ച് ശൈഖുന ഉസ്താദിന്റെ ആത്മീയ ചുറ്റുവട്ടത്തിലായി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വലാത്ത് തുടങ്ങുകയാണ്. അടുത്ത സ്വലാത്ത് ശഅബാൻ മാസത്തിൽ കഴിഞ്ഞ വർഷം നടന്നതുപോലെ തന്നെ
ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാറൂഖ് നഈമിയുടെ വാർഷിക പ്രഭാഷണമുണ്ടായിരിക്കും. 2 ദിവസത്തെ പരിപാടിയായിരുന്നു. അടുത്ത സ്വലാത്ത് മെയ് മാസം 25, 26 തീയതികളിൽ മഹാനായ ശൈഖുന തങ്ങൾ ഉസ്താദിന്റെ ഹയാത്ത് സമയത്ത് തുടക്കം കുറിച്ചതാണ് നഈമി ഉസ്താദിന്റെ വാർഷിക പ്രഭാഷണം. സ്ത്രീകൾക്കും കൂടെ സൗകര്യം ചെയ്തുകൊടുണ്ട്. അടുത്ത മെയ്, അടുത്ത 25, 26 ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ മഗ്‌രിബിന് ശേഷം പ്രഭാഷണം തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഇറ്റത്തെ മാസം പരിശുദ്ധ റമദാനാണ്. നമുക്കറിയാം തങ്ങൾ ഉസ്താദ് വളരെയധികം ആവേശത്തോടുകൂടെ വളരെ പ്രൗഢമായി നടത്തുന്ന 2 സ്വലാത്തുകളാണ്. ഒന്ന് റബീഉൽ അവ്വലിലെ മീലാദ് ജൽസ, മറ്റൊന്ന് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം. തങ്ങൾ ഉസ്താദിന്റെ ഹയാത്തിലുള്ളതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് വളരെ ഉഷാറായി ആ പരിപാടി നമുക്ക് നടത്തണം. തങ്ങൾ ഉസ്താദിന് സന്തോഷകരമാകുന്ന രൂപത്തിൽ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റമദാനിന്റെ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഈ വരുന്ന ബുധനാഴ്ച 4-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മദ്ഹറിൽ വെച്ച് നടക്കും. ആ കാര്യം നിങ്ങളെല്ലാവരും ഓർമ്മിക്കണം, മറ്റുള്ളവരെ വിവരമറിയിക്കണം. 4-ാം തീയതി ബുധനാഴ്ച 10 മണിക്ക് മദ്ഹറിൽ വെച്ച് പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം നടക്കും. എല്ലാവരും ആ മഹത്തായ പരിപാടിയിലേക്ക് എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ മഹാനായ സയ്യിദ് താഹിറുൽ അഹദൽ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉസ്താദിന്റെ ആണ്ട് നടക്കുന്ന മാസമാണ് ശഅബാൻ മാസം. മെയ് 10 മുതൽ 14 വരെ തീയതികളിൽ തങ്ങൾ ഉസ്താദിന്റെ ആണ്ട് ഉറൂസ് മുഹിമ്മാത്ത് ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. നമ്മളതിന്റെ പ്രചാരകരും സഹകാരികളുമാകണം. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ തങ്ങൾ ഉസ്താദുള്ള സമയത്ത് തന്നെ മിഅറാജ് ദിനം ഈ വരുന്ന ബുധൻ അസ്തമിച്ച വ്യാഴാഴ്ച രാത്രിയാണ്. റജബ് 27 വ്യാഴാഴ്ച പകൽ വളരെ പ്രധാനപ്പെട്ട നോമ്പുള്ളത് നമുക്കറിയാം. തലേന്ന് രാത്രി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ആ രാത്രിയിൽ മുത്തനബിയുടെ മദ്ഹ് ചൊല്ലി മിഅറാജ് മൗലിദ് മദ്ഹറിൽ സാധാരണ എല്ലാ റജബ് മാസത്തിലും ഉണ്ടാകാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ബുധനാഴ്ച രാത്രി മഗ്‌രിബിന് ശേഷം മിഅറാജ് മൗലിദ് ആത്മീയ സംഗമം മദ്ഹറിൽ വെച്ചുണ്ടായിരിക്കും. കഴിയുന്നവരൊക്കെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ കാലാവസ്ഥ നമുക്കറിയാം, ചൂട് വളരെയധികം 40 ഡിഗ്രിയിലേറെ നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകളിലും ചൂടെത്തിയിരിക്കുകയാണ്. മഴ കിട്ടാതെ വിഷമിക്കുന്ന ഒരവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും കൂട്ടമായിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ സ്ഥാപനങ്ങളിൽ മറ്റൊക്കെ വെള്ളം കുറഞ്ഞ് നമ്മുടെ കിണറുകളിലും പുഴകളിലൊക്കെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇസ്തിസ്കാ നിസ്കാരവും പ്രാർത്ഥനയുമൊക്കെ എല്ലാവരും നടത്തണമെന്ന് സാന്ദർഭമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മഴ നൽകുമാറാവട്ടെ, ശുദ്ധമായ ജലം അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ. സ്വലാത്ത് ആരംഭിക്കുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. നാം ഒരുമിച്ച് ചൊല്ലുന്ന ഈ സ്വലാത്തിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം കാണിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. കാമിലായ ഈമാൻ അല്ലാഹു തആല നൽകുമാറാകട്ടെ. പല വിഷമങ്ങളും, മക്കളില്ലാത്തവർ, ജോലി സംബന്ധമായി രോഗങ്ങൾ, രോഗികൾ,
അങ്ങനെ നിരവധി അനവധി രോഗികൾ ഈ മജ്ലിസിൽ കൂടിയവരുണ്ട്. ആമീൻ പറയുന്നവരുടെ കൂട്ടത്തിൽ, സ്വലാത്തിടുന്നവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അല്ലാഹു തആല സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാത്തിനും പരിഹാരം അല്ലാഹു കാണിച്ചു തരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الله على جميع الأنبياء والمرسلين والملائكة المقربين وجميع عباد الله الصالحين والحمد لله.
നമ്മുടെ സ്ഥാപനത്തിലെ സ്ഥിരം ജോലിക്കാരനായ മൊയ്തീൻ ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. പാത്തൂര് മുഹമ്മദ് സഖാഫി, അബൂബക്കർ മുസ്ലിയാർ തലക്കി ഇവരും ചെറിയ പരിക്കുകളോടെ ഹോസ്പിറ്റലിലുണ്ട്. അള്ളാഹു പൂർണ്ണ ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിൽ ഏറെ സാന്നിധ്യമായ സാലി ഉസ്താദ്, അതുപോലെ ഖത്തറിലെ നമ്മുടെ പ്രവർത്തകരായ സത്താർ ഹാജി, അതുപോലെ മുഹമ്മദ് മുസ്ലിയാർ, തങ്ങൾ ഉസ്താദിന്റെ മുഹിബീങ്ങളായ സ്ഥാപനത്തിന്റെ സഹകാരികളായ ഒരുപാട് ഹാജിമാര് ഉമറാക്കള് വേദിയിലും സദസ്സിലുമൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ചൊരിയുമാറാവട്ടെ. സമയം വൈകിട്ടുണ്ട്, ദുആയിലേക്ക് കടക്കുകയാണ്. പലവരും നമ്മളിൽ നിന്നും അടുത്തടുത്തായി പലവരും മരണപ്പെട്ടു. പ്രത്യേകിച്ച് മഞ്ഞാടിസ്ഥാന്റെ അനിയൻ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ തന്നെ സുഹൈൽ തങ്ങളുടെ മൂത്തമ്മ ബി കുഞ്ഞ് ബീവി, അങ്ങനെ സ്ഥാപനത്തിനെ സ്നേഹിച്ച് സഹായിച്ച് ഞങ്ങൾ ബന്ധപ്പെട്ട പലവരിൽ നിന്നും, പല കുടുംബത്തിൽ നിന്നും, മാതാപിതാക്കളും ഉസ്താദന്മാരൊക്കെ പലവരും മരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവിടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പല വിഷമങ്ങൾ പറഞ്ഞ് പലവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അബൂ സാലി അവരുടെ പെങ്ങളെ കുട്ടി സുഖമില്ലാതെ തീപ്പൊള്ളലേറ്റ് അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഇന്നത്തെ ഭക്ഷണം നൽകിയ കലാം ഹാജി അള്ളാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഓരോ പ്രത്യേകം പല നേർച്ചകൾ തന്നവർ പലവരും നേർച്ചയാക്കിയിട്ട് അൽഹംദുലില്ലാ സലാമത്തായി എന്ന് പറഞ്ഞ് പലവരും കയ്യിൽ നേർച്ചകൾ തന്നു. അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അള്ളാഹു സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞ് ആമീൻ പറയുക ഇൻഷാ അല്ലാഹ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. آمين. حمدا يوافي نعمه ويكافئ مزيدا. آمين. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. آمين. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. آمين. وما صليناه وما سلمناه وما مدحناه. هذه هدية منا إلى حضرة حبيبنا وشفيعنا ومصطفانا ومنجينا وآخذ أيدينا وقرة أعيننا سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين. وإلى حضرة البدريين والأخديين رضي الله عنهم والطبوقيين والحنينين. آمين. وإلى حضرة سائر الصحابة كلهم أجمعين. آمين. وإلى حضرة قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز.
وإلى حضرة سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره العزيز. إلى حضرة تاج العاشقين السيد أحمد البدوي قدس الله سره العزيز. إلى حضرة الشيخ إبراهيم الدسوقي قدس الله سره العزيز. إلى حضرة الشيخ أبي الأشن الشاذلي قدس الله سره العزيز. إلى حضرة سلطان الهند خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. إلى حضرة وابنه فكر الدين باب السلواري قدس الله سره العزيز. وإلى حضرة جدنا السيد جلال الدين البخاري قدس الله سره العزيز. إلى حضرة جدنا السيد إسماعيل البخاري قدس الله سره العزيز. إلى حضرة جدنا السيد مولى البخاري قدس الله سره العزيز. إلى حضرة جدنا السيد محمد البخاري قدس الله سره العزيز. وإلى حضرة جدنا أبا فخر الدين بخاري قدس الله سره العزيز. وإلى حضرة جدنا السيد حامد البخاري قدس الله سره العزيز. وإلى حضرة جدنا السيد أحمد البخاري قدس الله سره العزيز. وإلى حضرة جدنا سيد تاج العلماء سيد عبد الرحمن البخاري قدس الله سره العزيز. وإلى حضرة قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. إلى حضرة السيد الشريف المدني قدس الله سره العزيز. إلى حضرة با حسن جمل الليلي قدس الله سره العزيز. إلى حضرة الشيخ نور الدين الحمداني قدس الله سره العزيز. إلى حضرة فقير صاحب ولي الله قدس قدس الله سره العزيز. إلى حضرة سيدي وشيخي ومرشدي وأبي السيد محمد عمر الفاروق الله سره العزيز. إلى حضرة من دفن في جنة البقي وفي جنة رضي الله عنه. بشار وفي أروان رضي الله إلى عنه. حضرة من دفن في هذه القرية وفي رضي هذه الله وسائر عنه. جميع المؤمنين والمؤمنات آمين. وسائر أهل الخير كلهم أجمعين. آمين. اللهم إنا نسألك بحق وبجائهم من تغفر ذنوبنا آمين. وتشفي أمراضنا وتحسن أخلاقنا وتوسع أرزاقنا وتقضي هوائجنا يا أرحم الراحمين. اللهم اجعل في كل أمورنا فرجا ومخرجا من حيث لا نحتسب. عليك توكلنا وإليك أنبنا وإليك المصير. أرحم الرحمن يا الله غفار ما يا الله. ربي ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ, ദോഷികളാണ് റബ്ബേ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങൾ എത്ര മോശമാണെങ്കിലും റബ്ബേ, ഞങ്ങൾ ഇരിക്കുന്ന മജ്ലിസ് റബ്ബേ വലിയ ബറക്കത്തുള്ള മജ്ലിസാണല്ലോ അല്ലാഹ്. ഹബീബിന്റെ മത്തങ്ങളെ മഹബത്ത് വെച്ച് അവിടുത്തെ ആശിഖീകൾ ഹബീബിന്റെ മേലിൽ സ്വലാവർ രോഗികൾ, കിഡ്നി രോഗികൾ, പ്രഷർ രോഗികൾ, ഹാർട്ട് രോഗികൾ, തലവേദനയുള്ളവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, റബ്ബേ പല നിലക്കുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായവർ, ബർക്കത്തുള്ള ഹൈറായ ജോലികൾ നീ നൽകണേ റഹ്മാനെ. പഠിക്കാൻ സ്ഥാപനം നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ സീറ്റും നീ എളുപ്പമാക്കി ആക്കണേ റഹ്മാനെ. സലാമത്താക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, മഴയില്ലാതെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ അല്ലാഹ് സലാമത്താക്കണേ. അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹ് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹ് ഉപ്പായുടെ ബറക്കത്ത് കൊണ്ട്